CJP പ്രക്ഷോഭകർക്കെതിരെ നടത്തിയ നികൃഷ്ട പരാമർശത്തിൽ ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതി നൽകി AIYF. ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിച്ച TG മോഹൻദാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. സമരത്തിലെ പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നും സമരക്കാരെ വെടിവെച്ച് ശവം പെറുക്കണമെന്നുമായിരുന്നു മോഹൻദാസിന്റെ പരാമർശം. ഹാൻസ് ജോൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹാൻസ്, AIYF പരാതി നൽകിയിരിക്കുന്നു. ഈ നികൃഷ്ട പരാമർശത്തിൽ എന്താണ് പരാതിയുടെ ഉള്ളടക്കം? അരുണ്യ, ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിച്ച ഈ TG മോഹൻദാസിനെതിരെ കേസെടുക്കണം, നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് AIYF സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്കും DGPക്കും ഇമെയിൽ മുഖാന്തരം പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ വിദ്വേഷ പരാമർശം നടത്തിയ TG മോഹൻദാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഒപ്പം തന്നെ അദ്ദേഹം ഈ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപം പരിശോധിച്ചുകൊണ്ട് അതിൽ ഏതൊക്കെ തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പരിശോധിക്കണം. ഏതെങ്കിലും തരത്തിൽ ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം പിടിച്ചെടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പിടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് പിടിച്ചെടുത്തുകൊണ്ട് കൃത്യമായ പരിശോധന ഈ വിഷയത്തിൽ നടത്തണമെന്നും, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കാര്യം മാത്രം മുൻനിർത്തിയല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും ഈ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്കെതിരെ കലാപാഹനം നടത്തുക, മറ്റുള്ളവരെ ആക്രമിക്കാൻ ആഹ്വാനം നടത്തുക എന്നുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളൊരു മാനദണ്ഡം നോക്കാതെ അദ്ദേഹത്തിനെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നുമാണ് AIYF ഇപ്പോൾ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ TG മോഹൻദാസിൻ്റെ ഈ വിദ്വേഷ പരാമർശത്തിനെതിരെ SFIയും പരാതി നൽകിയിരുന്നു. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദനാണ് DGPക്ക് പരാതി നൽകിയത്. അതിലും സമാനമായ ആവശ്യം തന്നെയാണ് SFI മുന്നോട്ട് വെച്ചത്. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ CJP സമരക്കാർക്കെതിരെ കടുത്ത വിദ്വേഷ പരാമർശമാണ് TG മോഹൻദാസിനെതിരെ ഉണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ, ഈ മോഹൻദാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് AIYF രംഗത്തെത്തിയിരിക്കുന്നത്. അരുണ്യ, ശരി, വ്യക്തമാണ്. ഹാൻസ് ജോനാണ് വിശദാംശങ്ങൾ നൽകിയത്.